നമുക്കിത് കക്ക റൊട്ടി ഉണ്ടാക്കാം. തലശ്ശേരിയിലെ സ്പെഷ്യൽ വിഭവമാണ് കക്ക റൊട്ടി. ഓക്കെ, അപ്പോൾ നമ്മൾ റൊട്ടി ഓൾറെഡി റെഡി ആയിട്ടുണ്ട്. നമ്മൾ കൽമക്കായിൻ്റെ സെയിം അരിക്കടുക്കയില്ലേ അതിൻ്റെ അതേ ഇത് തന്നെയാണ് നമ്മൾ കക്ക റൊട്ടിൻ്റെ ഉണ്ടാക്കാനും ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് പൊന്നിയരി, തേങ്ങ, 2 ജീരകം, പിന്നെ ഉള്ളി ഇതെല്ലാം ഇട്ടിട്ടാണ് പിന്നെ ഗ്രൈൻഡിൽ അരച്ചെടുത്തിട്ട് ആവിയിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുക. ചെറുങ്ങനെ നമ്മൾ കൊഴുക്കട്ടയിലാക്കുന്ന പോലെ ആക്കിയിട്ട് വേവിച്ചെടുത്ത സാധനമാണത്. അപ്പോൾ അതിൻ്റെ കറി പോലത്തെ സംഭവം ഉണ്ടാക്കുന്നുണ്ട്, അതെങ്ങനെയാണുള്ളത് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. പിന്നെ സവാള നല്ലോണം വഴറ്റിയെടുക്കുക, അതായത് ഉള്ളി നല്ലോണം വഴറ്റിയെടുക്കുക. എത്ര വഴറ്റാൻ പറ്റുമോ അത്രയും വഴറ്റിയെടുക്കുക. പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് ഗീ ചേർക്കുന്നുണ്ട്. അതായത് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗീ ചേർക്കുന്നത്. എന്നിട്ട് ഗീ ഇട്ട് നന്നായി വഴറ്റിയെടുക്കുക. ഓക്കെ, അപ്പം നമ്മൾ ഉള്ളിയെല്ലാം നന്നായി വഴന്ന് വന്നതിന് ശേഷം നമ്മൾ തക്കാളി ഇട്ട് അത് നന്നായി വഴറ്റിയെടുക്കുക. പിന്നെ ഇതിലേക്ക് വേണ്ടുന്ന തേങ്ങ ചിരണ്ടി വെക്കുക. ഓക്കെ, പിന്നെ ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ പിന്നെ മുളക് പൊടി ഇടുന്നുണ്ട്. നല്ല എരിവുള്ള മുളക് പൊടി തന്നെയാണ് ഇടുന്നത്. ഓക്കെ, നമ്മൾ പിന്നെ മുളക് ഇട്ട് നന്നായി ഒന്ന് ഇളക്കിയെടുക്കുക. അതിനുശേഷം നമുക്ക് വേണ്ടത് മുറിച്ച് വെച്ച കൊഞ്ചനാണ്. കൊഞ്ചൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ അതിലേക്ക് ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഓക്കെ, നമ്മൾ ഇവിടെ കൊഞ്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. നിങ്ങൾക്ക് എത്ര വഴറ്റാൻ പറ്റുമോ അത്ര ഏത് കറി ആയിക്കഴിഞ്ഞാലും വഴറ്റുന്നത് നന്നായിരിക്കും. അപ്പോൾ ടേസ്റ്റ് കൂടുകയേ ഉള്ളൂ. ഓക്കെ, പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങയാണ്. തേങ്ങ ചിരണ്ടി എടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ചെറിയ ഉള്ളിയും 2-3 എണ്ണം, ഒരു 2 പിന്നെ എന്താ പറയുക വറ്റൽ മുളകും അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, തേങ്ങ നല്ലോണം മൂപ്പിച്ചെടുക്കുക. തേങ്ങ, പിന്നെ വറ്റൽ മുളക്, ചെറിയുള്ളി ഇതാണ് ഇതിലേക്ക് ഇട്ടിട്ടില്ല. പിന്നെ അല്പം മഞ്ഞൾ ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് നന്നായി മൂത്ത് വന്നതിന് ശേഷമാണ് നമ്മൾ പിന്നെ ഇത് എന്താ പറയുക മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ മല്ലിപ്പൊടി ഇട്ട് ഇതേപോലെ തന്നെ നന്നായി മൂപ്പിച്ചെടുക്കുക. പിന്നെ നമ്മൾ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ സിമ്മിലിട്ടിട്ടേ ഇത് ചെയ്യാവൂ. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഓക്കെ, പിന്നെ നമ്മളതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റി ചൂട് തണിഞ്ഞതിന് ശേഷം മിക്സിയിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്, വറുത്തരക്കുന്നത് തന്നെ. ഓക്കെ, അപ്പോൾ അതിലേക്ക് നമ്മൾ 3-4 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അരക്കുന്നതിൽ. ആ അരച്ച് വെച്ചതാണ് നമ്മൾ ഇതിലേക്ക് മിക്സ് ചെയ്യേണ്ടത്. അപ്പോഴത്തേക്കും നമ്മുടെ കൊഞ്ച് വെന്ത് വന്നിട്ടുണ്ടാകും. കുറച്ച് നേരമായില്ലേ നമ്മൾ ഇത് ഇട്ടിട്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. കൊഞ്ച് ഓൾമോസ്റ്റ് വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചതുണ്ടല്ലോ അത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുക. അതിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഓക്കെ, ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കുക. പിന്നെ കുറച്ചും കൂടി നമ്മൾ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് കുറച്ച് തിക്കായിട്ടാണുള്ളത്. കുറച്ചൊരു ചാറ് പോലെയാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചും കൂടി വെള്ളം അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, നമ്മളെ കക്ക റൊട്ടി എന്ന് പറയുന്നത് തലശ്ശേരിൻ്റെ സ്പെഷ്യൽ വിഭവമാണ്. അപ്പോൾ ഇതാ നമ്മൾ കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളെ കക്ക റൊട്ടിൻ്റെ ഏകദേശം പണി കഴിയാറായി. ഇനി നമുക്ക് കുറച്ച് വലിയ ജീരകം പൊടിച്ചതും കൂടിയേ ഇതിലേക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ ഇതൊന്ന് നന്നായി വെന്ത് വരുമ്പോഴാണ് നമ്മൾ കുറച്ച് ജീരകം പൊടിച്ചത്, അതായത് വലിയ ജീരകമാണ്. നമുക്ക് വേണമെങ്കിൽ തേങ്ങൻ്റെ ഒപ്പം അരക്കുമ്പോൾ ജീരകം കൂടി ഇട്ട് അരച്ചാലും മതി. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ഫ്ലേവർ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലാസ്റ്റ് കുറച്ച് ജീരകം പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, വലിയ ജീരകമാണ്, പെരിഞ്ജീരകം. ഓക്കെ, മാറിപ്പോരുത്, പെരിഞ്ജീരകമാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഉപ്പ് നോക്കിയിട്ട് ഉപ്പും ചേർക്കണം. ഓക്കെ, ഞാൻ ഇതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അത് ഇതിൽ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഉപ്പും ചേർത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ആദ്യമേ ഉണ്ടാക്കി വെച്ച കക്ക റൊട്ടി, അതായത് ചെറിയ നമ്മൾ കൊഴുക്കട്ട പോലത്തെ സംഭവമാണ്, അത് നമ്മൾ ഇതിലേക്കിട്ട് മിക്സാക്കി എടുക്കുക. അതുണ്ടാക്കുന്ന വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ്, അല്ലെങ്കിൽ അത് ആഡ് ചെയ്യുന്നു ഇതിലേക്ക്. പക്ഷേങ്കിൽ അതെല്ലാവർക്കും അറിയുന്നതായിരിക്കും. നമ്മളെല്ലാവരും എന്താ പറയുക കല്ലുമ്മക്കായിൻ്റെ സെയിം അതുതന്നെയാണ്, മിക്സ് തന്നെയാണ് ഇതിലേക്കും. ഇതിന് പിന്നെ ഉണ്ടാക്കുന്ന രീതി മാത്രം മാറ്റാം. കുറച്ച് ചെറിയ ബോൾസ് പോലെ ആക്കിയിട്ട്
ആവിയിൽ വേവിച്ചെടുക്കുന്നു, അതേ വ്യത്യാസമുള്ളൂ. ഓക്കെ, കല്ലുമ്മക്കായൻ്റെ സെയിം ബേസ് തന്നെയാണ് ഇതിനും വേണ്ടത്. കല്ലുമ്മക്കായൻ്റെ എന്താ പറയുക, അരിക്കടുക്ക് ഉണ്ടാക്കുന്നതിൻ്റെ ബേസ്. ഓക്കെ, അപ്പം എല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റുള്ളൊരു സംഭവമാണ്. എന്താ പറയുക, എന്തായാലും നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. പിന്നെ പറ്റുവാണെങ്കിൽ ഞാൻ അതിൻ്റെ കക്കറോട്ടിൻ്റെ അവറോട്ടി ഉണ്ടാക്കുന്ന വീഡിയോ വേറൊരു ദിവസം ഉണ്ടാക്കുന്ന നേരം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.